ഞാനൊരു എയ്ത്തിയസ്റ്റ് ആണ്. ഇവിടെയുള്ളവർക്ക് പള്ളിയും വേണ്ട, പട്ടക്കാരനും വേണ്ട. ഇപ്പൊ ഇവിടെ പള്ളിയിൽ പോയി കല്യാണം കഴിക്കുന്നതോ അല്ല പള്ളി വെച്ച് മാമോദിസ മുക്കുന്നതോ ഒക്കെ നമ്മുടെ ജോലി സ്ഥലത്ത് പോയി ഇങ്ങനൊന്നും പറയാനൊന്നും അതുകൊണ്ട് ഇവർക്ക് ദൈവത്തിന്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇങ്ങനൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഹലോ, എൻ്റെ പേര് ഫിലിപ്പ്. വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഞാനൊരു എയ്ത്തിയസ്റ്റ് ആണ്, അല്ലെങ്കിൽ എന്താണ് എയ്ത്തിയസം? ഒരു ദൈവത്തിലും ദൈവങ്ങളിലോ വിശ്വസിക്കാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ എയ്ത്തിയസം എന്ന് പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ നിരീശ്വരവാദം. പല വെസ്റ്റേൺ കൺട്രീസും ഇപ്പം ഒരു എയ്ത്തിയസ്റ്റ് കൺട്രി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഫിൻലൻഡിലാണ് കുറെ നാളായിട്ട്. ഇപ്പം ഫിൻലൻഡിലെ കാര്യം പറയുകയാണെങ്കിൽ, ഫിൻലൻഡ് is not officially an atheist country, but it is one of the most secular countries in the world. ചുരുക്കി പറഞ്ഞാൽ ഒഫീഷ്യലി ഫിൻലൻഡ് ഒരു ക്രിസ്ത്യൻ കൺട്രിയാണ്. പക്ഷേ ഒരു ഡെയിലി ലൈഫ് എടുത്തു നോക്കുകയാണെങ്കിൽ അത് വളരെ ഒരു എയ്ത്തിയസ്റ്റ് സൊസൈറ്റി ആണെന്ന് നിങ്ങൾക്ക് തോന്നാം. ഫിന്നിഷ് ആൾക്കാർ ദൈവത്തെയും റിലിജനെയും ഒക്കെ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഫിൻലൻഡിൽ 2 തരം പള്ളികളാണുള്ളത്. ഒന്ന് ലൂത്തറൻ ചർച്ചും പിന്നെ രണ്ടാമത് ഓർത്തഡോക്സ്. കുറച്ച് മൈനർ ആണ്, എങ്കിലും അതൊരു 1% വരുന്നുള്ളൂ. ഒരു 70% ആൾക്കാരും ഇവിടുത്തെ ലൂതറൻ ചർച്ചിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊരു പള്ളിയുടെ മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് 2% വരെ ചർച്ച് ടാക്സ് കൊടുക്കേണ്ടി വരും. ഹിസ്റ്റോറിക്കലിയും ലീഗലിയും നോക്കുവാണെങ്കിൽ ഫിൻലൻഡ് ഒരു എയ്ത്തിയസ്റ്റ് കൺട്രിയേ അല്ല. ഇവിടുത്തെ നാഷണൽ ഹോളിഡേസ് എന്ന് പറയുന്നത് ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ തന്നെയാണ്. ഇവിടുത്തെ പ്രസിഡന്റ് ഓത്ത് എടുക്കുന്നത് വരെ ബൈബിളിൽ തൊട്ടാണ്. ഇനി നമുക്ക് ശരിക്കുള്ള ഒരു ഡെയിലി ലൈഫിലേക്ക് വരുവാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരെ പള്ളിയിൽ പോകാറുള്ളൂ, എന്നും പ്രാർത്ഥിക്കാറുള്ളൂ, പിന്നെ ഓപ്പൺലി ദൈവത്തെക്കുറിച്ച് സംസാരിക്കാറുള്ളൂ. ഇവിടെ റിലിജൻ ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ട് ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. ഇന്ത്യയിലേക്കോട്ട് ഒരു എക്സ്പ്രസീവും അത്ര ഒരു ഇമോഷണൽ സിഗ്നിഫിക്കൻസും ഒന്നും ഇവിടെയില്ല. ഫോർ എക്സാമ്പിൾ, ഇവിടെ കുട്ടികളെ മാമോദിസ മുക്കുന്നതോ അല്ല പള്ളിയിൽ പോയി കല്യാണം കഴിക്കുന്നതോ ഒക്കെ ഇവിടുത്തെ ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ട് ഇവർ ചെയ്യുന്നതേ ഉള്ളൂ. അതല്ലാതെ ഇവർ ഭയങ്കര റിലീജിയസ് ആയതുകൊണ്ടോ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ ആരും നിങ്ങളോട് നിങ്ങളുടെ റിലിജൻ ഒന്നും ചോദിക്കാനും വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്തൊന്നും ഇങ്ങനെ ഇതിനെപ്പറ്റിയൊന്നും പോയി സംസാരിക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫിനിഷ് സൊസൈറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു എയ്ത്തിയസ്റ്റ് സൊസൈറ്റി പോലെയാണ്. ഫിൻലൻഡിൽ 3 തരം ആൾക്കാരാണ് ഉള്ളത്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർ വിശ്വസിക്കുന്നത് എനിക്കൊരു റിലിജൻ ഇല്ല, പക്ഷെ ഞാൻ സ്പിരിച്വൽ ആണ്, എന്തോ ഒരു ഹയർ പവർ ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ളവർ ബൈബിളിനെയും ചർച്ചിനെയും ഒന്നും അധികം കണക്കാക്കുന്നില്ല. ഇവര് സയൻസ്, ലോജിക്ക്, പേഴ്സണൽ ഫ്രീഡം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. അടുത്തൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവര് ദൈവത്തിൽ ഒട്ടുമേ വിശ്വസിക്കുന്നില്ല. അപ്പം അവര് സ്വയം എയ്ത്തിയസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നു. ഇതിൽ കൂടുതലും വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരും സയന്റിസ്റ്റും ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാരും ഒക്കെയാണ്. അവർ വിശ്വസിക്കുന്നത് റിലിജൻ എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആണ്. ഇങ്ങനെ പറയുന്നത് കൊണ്ട് അവരെ ആരും ജഡ്ജ് ചെയ്യാറുമില്ല. പിന്നത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി കുറച്ച് പ്രൈവറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർ ചിലപ്പോൾ ജീസസിൽ വിശ്വസിക്കുന്നവരാണ്. പലപ്പോഴും പള്ളിയിൽ പോവും, പിന്നെ വീട്ടിൽ പലപ്പോഴും പ്രാർത്ഥിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇവര്. പക്ഷേ പബ്ലിക്കലി ഇവര് ഇതൊന്നും പുറത്ത് കാണിക്കാറില്ല. അവരുടെ ഒരു പേഴ്സണൽ സ്പേസിനകത്ത് വെച്ച് മാത്രം ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു 100% പേഴ്സണൽ ഒരു സംഭവമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ. ഇനി ഫിൻലൻഡ് ഇങ്ങനെ ആവാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹൈ എഡ്യൂക്കേഷൻ ലെവലാണ്. ഫിൻലൻഡ് ഹാസ് വൺ ഓഫ് ദി ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഇൻ ദ വേൾഡ്. ഇവിടെ ഒരു സ്ട്രോങ് സയൻസ് കൾച്ചർ ഉണ്ട്. പിന്നെ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ ഇവരെ ഒരുപാട് എൻകറേജ് ചെയ്യുന്ന ഒരു കൾച്ചറാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നത് തന്നെ എല്ലാം ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ബ്ലൈൻഡ്ലി എല്ലാം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ പതുക്കെ റിലിജൻ ആ ഒരു സിഗ്നിഫിക്കൻസ് ലൂസ് ചെയ്തു തുടങ്ങി ഇവിടെ. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ട്രോങ് വെൽഫെയർ സിസ്റ്റമാണ്. പല രാജ്യങ്ങളും ദൈവത്തെയും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കമ്മ്യൂണിറ്റിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഫിൻലൻഡിൽ ഗവൺമെന്റ് തന്നെ മിക്ക കാര്യങ്ങളും ആൾക്കാരുടെ ഏറ്റെടുത്ത് നടത്തുന്നതാണ്. ഇവിടുത്തെ ഫ്രീ ഹെൽത്ത് കെയർ, ഫ്രീ എഡ്യൂക്കേഷൻ, പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി, ഇതെല്ലാം കൊണ്ട് ഇവർക്ക് ഒരു ദൈവത്തിന്റെ ഒരു നീഡ് വരുന്നില്ല. ദേ തിങ്ക് ദ സിസ്റ്റം വർക്ക്സ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഫിൻലൻഡ് ആന്റൈ റിലിജൻ ആണോ എന്ന്. ഒട്ടുമല്ല. നിങ്ങൾക്ക് ഏത് റിലിജൻ വേണമെങ്കിലും ഇവിടെ ഫോളോ ചെയ്യാം, ആരും നിങ്ങളെ തടയാൻ വരുന്നില്ല. പക്ഷേ നിങ്ങളുടെ റിലിജൻ മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കുകയോ അഗ്രസീവായിട്ട് പ്രീച്ച് ചെയ്യുകയോ ഇതൊന്നും ഇവിടെ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളുടെ റിലിജൻ ഫോളോ ചെയ്യുകയോ പ്രാക്ടീസ് ചെയ്യാനും ഇവിടെ പാടില്ല. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമാണ് റിലിജൻ. പക്ഷെ ഇൻ ഫിൻലൻഡ് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമേ അല്ല ഇവിടെ റിലിജൻ. അപ്പോൾ ഇന്ത്യൻസിന് ചിലപ്പോൾ ഒരു എംപ്റ്റി ഫീലിംഗ് ഒക്കെ വന്നേക്കാം. പക്ഷെ ഫിൻസിനെ സംബന്ധിച്ചിടത്തോളം ദേ ഫീൽ പീസ്ഫുൾ.
ആ ഒരു ഫിയർ ഓഫ് സിൻ ഓർ പണിഷ്മെന്റ് അതൊന്നും ഇവിടുത്തെ ആൾക്കാർക്ക് ഇല്ല. പിന്നെ ആ ഒരു കോൺസെപ്റ്റ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ അതും ഇല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ദൈവവും റിലിജനും ഒന്നും ഇല്ലാതെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മൊറാലിറ്റി എങ്ങനെയാണെന്ന്. ഫിൻലൻഡിലെ ആൾക്കാർ ലോകത്തിലെ ഏറ്റവും സത്യസന്ധമായ ആൾക്കാർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും സേഫ് കൺട്രീസിൽ ഒന്നാണ് ഫിൻലൻഡ്. പിന്നെ ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രി കൂടിയുമാണ് ഫിൻലൻഡ്. ദൈവത്തെ ഫോളോ ചെയ്തില്ലെങ്കിലും ഇവിടുത്തെ റൂൾസ് ഒക്കെ ഇവര് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു മൊറാലിറ്റി എന്ന് പറയുന്നത് ദൈവത്തെ പേടിച്ചിട്ടുള്ള ഒരു മൊറാലിറ്റി അല്ല, ഇവിടുത്തെ നിയമങ്ങളിൽ നിന്നും എഡ്യൂക്കേഷനിൽ നിന്നും ഒക്കെ ഉള്ള ഒരു മൊറാലിറ്റിയാണ് ഇവർക്കുള്ളത്. നമ്മുടെ നാട്ടിലെയും ഇന്ത്യയിലെയും ഒക്കെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിത് ഫിൻലൻഡുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല, നമുക്കിത് ആലോചിക്കാൻ പോലും പറ്റില്ല.